എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം ശക്തമായതോടെ പ്രതിഷേധവുമായി തീരദേശവാസികൾ. തഹസിൽദാർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തീരദേശപാത ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ADB ഫണ്ട് അനുവദിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെറിയകടവ് ഭാഗത്ത്, അതായത് ചെറിയകടവ് കണ്ണമാലി ഭാഗത്ത് കടലാക്രമണം രൂക്ഷമാണ്. ഈ കടന്നുവരുന്ന വലിയ ഉയർന്ന തിരമാലകളൊക്കെ തന്നെ ഈ വീടുകൾ തകർക്കുകയാണ്. പകുതിയോളം, മുക്കാൽ ഭാഗത്തോളം ആ വീടിന്റെ ഒക്കെ തന്നെ ഭിത്തികൾ തകർന്നിട്ടുണ്ട്. ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് അവർ ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയിരിക്കുകയാണ്. ഈ ഒരു ഉച്ച സമയത്തിന് ശേഷം കടലാക്രമണം രൂക്ഷമാകും. പിന്നീട് കടൽ വെള്ളം ഇരച്ച് ഓരോ വീടുകളിലേക്കും കയറും. ഈ കാണുന്നതൊക്കെ തന്നെ ഈ വെളുത്ത രീതിയിൽ കിടക്കുന്നത് ജിയോ ബാഗുകളാണ്, മണൽ നിറച്ച ജിയോ ബാഗുകൾ. ഈ ജിയോ ബാഗുകൾ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് കിടക്കുന്ന ജിയോ ബാഗുകൾ തെളിവായിട്ട് കാണിക്കുന്നത്. എന്തായാലും മണൽ നിറച്ച ചാക്കുകളൊന്നും തന്നെ ഈ കടൽ വെള്ളത്തെ പ്രതിരോധിക്കുവാൻ തക്ക രീതിയിലുള്ളതല്ല. പ്രധാനമായിട്ടും ഇവിടുത്തെ തീരദേശ ജനത ആവശ്യപ്പെടുന്നത് ടെട്രാപോഡ് കടൽ ഭിത്തി വേണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളോ നടപടികളോ ഈ പറയുന്ന അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ കടൽ വെള്ളം നേരെ ചെന്ന് കയറുന്നത് ആ വീടുകളിലേക്കാണ്. ആ വീടുകളിൽ ഓരോ വീടുകളിലും ഒരാൾ പൊക്കം അല്ലെങ്കിൽ ഒരു മുട്ടോളം വെള്ളത്തിൽ നിന്ന് പാചകം അടക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം. ശുചിമുറികളിലേക്കൊക്കെ തന്നെ മണലും അതോടൊപ്പം തന്നെ വെള്ളവും കടന്നു കയറി അവർക്ക് പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അമ്മമാരും ഒപ്പം തന്നെ വൃദ്ധജനങ്ങളും സമാനമായിട്ടുള്ള ഒരു ദുരിതാവസ്ഥയിൽ തന്നെയാണ് ഇവിടങ്ങളിൽ കഴിയുന്നത്. നാളുകളായിട്ട് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം, അതിന് ഇതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അമ്മ, എങ്ങനെയാണ് അമ്മയുടെ വീടൊക്കെ വെള്ളം കയറിയോ? ഇതാണ് അമ്മയുടെ വീട്. വെള്ളം കയറി ഇതേ പുറത്ത് വന്നിരിക്കുകയാണ്. എല്ലായിടവും ചാറും വെള്ളവും നിറഞ്ഞിരിക്കുകയാണ്. ബാത്റൂമിൽ പോലും പോകാൻ പറ്റണില്ല. ഞാൻ മക്കളുടെ വീട്ടിൽ പോയച്ച് കാലത്ത് വന്നതാണ്. ഇവിടെ റോഡ് നടക്കാൻ പറ്റും. എങ്ങനെയാണ് അമ്മ ഇവിടുത്തെ വീടിന്റെ അവസ്ഥ? ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. ഞങ്ങളുടെ വീടിന്റെ പൊക്കത്തിലൂടെ അകത്തൂടി കയറി ബേക്കിൽ കൂടിയൊക്കെ വെള്ളം കയറി. ഇവിടെ പിന്നെ എല്ലാ കല്ലും പോയി. ജിയോ ബാഗ് വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. ഞങ്ങൾക്ക് കല്ല് തന്നെ ഞങ്ങൾക്ക് വേണം. ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് കല്ലാണ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത്. അല്ലാണ്ട് ജിയോ ബാഗ് ഒന്നും വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ അനുഭവിക്കുന്നതായി? 6 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിക്കണം. ഇവിടെ കിടന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഒഴുകിപ്പോയി. ഉടുതുണി വരെ ഒഴുകിപ്പോയി. ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പം ഗൃഹോപകരണങ്ങളെല്ലാം ഭക്ഷണം പാകം ചെയ്ത് എങ്ങനെ കഴിക്കും? സിലിണ്ടറൊക്കെ വെള്ളത്തിൽ ഒഴുകി നടക്കണേണ്. എങ്ങനെ ഞങ്ങൾ ചായ കൂടി തിളപ്പിച്ച് കുടിക്കാൻ അധികാരികൾ ആരെങ്കിലും അധികാരികൾ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. പിന്നെ MLA ഉണ്ട്, MP ഉണ്ട്, പിന്നെ എല്ലാരും ഉണ്ട്. പക്ഷെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല ഞങ്ങളുടെ കാര്യത്തിൽ. ഞങ്ങൾക്ക് കന്യാസ്ത്രീ അമ്മമാരാണ് ഉച്ചക്ക് ഭക്ഷണം പൊതിച്ചോറ് കൊണ്ടുവന്ന് തന്നത്. പള്ളിയിലെ അച്ഛനാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അത് തന്നെയാണ് നാളുകളായിട്ട് ഇതേ ദുരിതാവസ്ഥയിൽ കിടന്നിട്ടുകൂടി അധികാരി വർഗം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ ജനത മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓരോ വീടുകളും വലിയ രീതിയിൽ തകർക്കപ്പെടുന്നു. ആ വീടുകളിലേക്കൊക്കെ തന്നെ കടൽ വെള്ളവും മണ്ണും ഇരച്ചു കയറി. അത് ഭാഗികമായിട്ട് മാത്രമല്ല, പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലാണ്. പല വീടുകളിൽ നിന്നും പലരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുത്തെ 100 കണക്കിന് വീടുകളിൽ ഉള്ളവർ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. ഈ ഒരു ഉച്ച സമയത്തു കൂടി കടലാക്രമണം രൂക്ഷമാണ്. ഒരു വൈകുന്നേരത്തോടു കൂടി അതിലും രൂക്ഷമായിട്ട് തന്നെ കടൽ വെള്ളം ഓരോ വീടുകളിലേക്കും ഇരച്ചു കയറും. തൊട്ടപ്പുറത്തെ വീടുകളിലേക്കൊക്കെ തന്നെ കയറുന്നതായിരിക്കും. ഈ കാണുന്ന വീടിലൊക്കെ തന്നെ നമുക്കറിയാം ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വീട്ടിൽ അവർ താമസിക്കാൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ചെളി നീക്കം ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഓരോ വീടുകളും, അതായത് അതിന്റെ മുക്കാൽ ഭാഗം തന്നെ ചെളി നിറഞ്ഞു. അത് കൂടാതെ തന്നെ ആ ഭിത്തികളൊക്കെ തന്നെ വിള്ളലാണ്. ഈ വീടിന്റെ മുക്കാൽ ഭാഗവും കടലെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടം തന്നെയാണ് ചെറിയകടവ് കണ്ണമാലി ഭാഗത്ത് ഉള്ളത്. നിലവിൽ ഇവിടെ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾ, കളക്ടർ പറയുന്നത് ജിയോ ബാഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉടനെ ഏർപ്പാടാക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലം ആരംഭിച്ച സാഹചര്യത്തിൽ മാത്രമാണ് അധികാരികൾ ഇക്കാര്യത്തിൽ ഒരു നടപടി ചെറിയ രീതിയിലെങ്കിലും ഇടപെടുന്നത്. പക്ഷെ അതിൽ സമരം ചെയ്യേണ്ട എന്ന ഒരു സാഹചര്യം ശുചിമുറികളിലൊക്കെ തന്നെ, ഈ കാണുന്ന ശുചിമുറിയിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ എത്രത്തോളം സമയം ഇതിനി ഇടിഞ്ഞു വീഴാനുണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കില്ല. കാരണം തൊട്ടപ്പുറത്ത് കടൽ കയറുന്നുണ്ട്. എന്തായാലും നിലവിൽ താൽക്കാലികമായിട്ട് ഉപരോധ സമരം അടക്കം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ജനതയുടെ ആവശ്യം ഇന്ന് വരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ടെട്രാപോഡ് കടൽ ഭിത്തി ചെല്ലാനം ഭാഗത്ത് 7.5
കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് നിലവിൽ പ്രാവർത്തികമായിട്ടുള്ളത്. മറ്റിടങ്ങളിൽ, അതായത് ഈ ചെറിയ കടവ് കണ്ണമാലി ഭാഗത്ത് ഇന്ന് വരെ ടെട്രാപോഡ് കടൽഭിത്തി അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അത് പ്രാവർത്തികമാകുന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളുകളിൽ ഒന്നും തന്നെ പോകാൻ സാധിക്കാതെ ഈ ഒരു ദുരിതാവസ്ഥയിൽ കടൽവെള്ളം കയറി വീട്ടിൽ താമസിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് തന്നെ കടൽ തീരത്ത് മാത്രമാണ് അവർക്ക് ഉപജീവന മാർഗം ഉള്ളത്. പക്ഷെ അവിടെ കൃത്യമായിട്ട് ജീവിക്കുവാനായിട്ടോ ഒരു നേരത്തെ അന്നം ഉണ്ടാക്കി കഴിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ് ഈ കാണുന്ന വസ്തുതകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്.